കീബോർഡ്. അപ്പോൾ നമുക്കിവിടെ നോക്കാനായിട്ടുള്ളത് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് 2 മെട്രിക്സസ് ആണ്. രണ്ട് മെട്രിക്സുകൾ തമ്മിൽ എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ മെട്രിക്സ് വിത്ത് എ സ്കേലാർ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു പെർട്ടിക്കുലർ ഒരു കോൺസ്റ്റന്റ് എമൗണ്ട് ആയിട്ട്. ഇപ്പോൾ 5 കൊണ്ടൊരു മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ മെട്രിക്സിൻ്റെ എല്ലാ എലമെൻസുമായിട്ട് ആ 5നെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 5 ഇൻറ്റു എ മെട്രിക്സ്. ഇപ്പോൾ ഇങ്ങനത്തെ ഒരു മെട്രിക്സ് ഉണ്ട്. ഇപ്പോൾ 1, 2, 3, 4. ഇപ്പോൾ 5 ഇൻറ്റു ദിസ് മെട്രിക്സ്. ഈ മെട്രിക്സിന് നമുക്ക് എ എന്ന് കൊടുക്കാം. ഈ മെട്രിക്സിൻ്റെ പേര് എ ആണ്. അപ്പോൾ 5A എന്ന് പറയുമ്പോൾ എന്താണ് 5 ഇൻറ്റു ഈ മെട്രിക്സ് ആണ്. അപ്പോൾ എന്താണ് 1 ഇൻറ്റു 5 5, 1 ഇൻറ്റു 2 10, 1 ഇൻറ്റു 3 15, 5 ഇൻറ്റു 1 5, 5 ഇൻറ്റു 2 10, 5 ഇൻറ്റു 3 15, 5 ഇൻറ്റു 4 20. ഓക്കെ, അപ്പോൾ 5 ഇൻറ്റു എ. അപ്പോൾ അത് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രിക്സ് വിത്ത് സ്കേലാർ ആണ്. ഒരു എമൗണ്ടുമായിട്ട് അല്ലെങ്കിൽ ഒരു നിശ്ചിത തുകയായിട്ട് എന്ത് ചെയ്യുക, മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ഒരു നിശ്ചിത തുകയായിട്ട് മെട്രിക്സിനെ ഡിവൈഡ് ചെയ്യുക. ഇപ്പോൾ എങ്ങനെ കൊടുക്കുന്നു? ഇപ്പോൾ 3, 9, 12, 18. ഓക്കെ, ഇങ്ങനെ ഒരു മെട്രിക്സ് ഉണ്ട്. ഈ മെട്രിക്സ് ബി എന്ന് പറഞ്ഞ മെട്രിക്സ് ആണ്. അപ്പം b/3, b ഡിവൈഡ് ബൈ 3 എന്ന് പറയുമ്പോൾ എന്താണ്, ഓരോ എലമെൻറ്റിനെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പം 3നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1, 3നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3, 3നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4, 3നെ 18 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 6. ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഒരു സ്കേലറായിട്ട് ഒരു മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നതോ അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുന്നതോ കാര്യമാണ് പറയുന്നത്. ഇനി മൾട്ടിപ്ലിക്കേഷനാണ് പറയുന്നത്. മൾട്ടിപ്ലിക്കേഷൻ ഓഫ് 2 മെട്രിക്സസ്. രണ്ട് മെട്രിക്സുകൾ തമ്മിൽ എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾ നോക്കുക. അപ്പോൾ രണ്ട് മെട്രിക്സ് ഉണ്ടെന്ന് കരുതുക. ഇപ്പോൾ ഇവിടെ ഒരു എ എന്ന് പറഞ്ഞ മെട്രിക്സ് ഉണ്ട്. അപ്പോൾ അതിലിങ്ങനെ ഓരോ എലമെൻറ്റ്സ് ഉണ്ടാവില്ല. A11, അതായത് എ ആദ്യ റോയിൽ ആദ്യ കോളം ഉള്ളത്, എ ആദ്യ റോയിൽ രണ്ടാമത്തെ കോളം, എ ആദ്യ റോയിൽ മൂന്നാമത്തെ കോളം, ഇത് എ രണ്ടാമത്തെ റോയിൽ ആദ്യ കോളം, എ രണ്ടാമത്തെ റോയിൽ രണ്ടാമത്തെ കോളം, എ രണ്ടാമത്തെ റോയിൽ മൂന്നാമത്തെ കോളം. അങ്ങനെ എ എന്ന് പറഞ്ഞ ഓരോ എലമെൻറ്റ്സ്. ഇവിടെ ബി എന്ന് പറഞ്ഞ എലമെൻറ്റ്സും അല്ലെ, ബി ആദ്യ റോയിലെ ആദ്യ കോളം, ബി ആദ്യ റോയിലെ രണ്ടാമത്തെ കോളം, ബി ആദ്യ റോയിലെ മൂന്നാമത്തെ കോളം. ഓക്കെ, അങ്ങനെ വെച്ച് വരുന്നു. അപ്പോൾ അതിൽ ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. എ ഇൻറ്റു ബി കിട്ടണം നമുക്ക്. എ ഇൻറ്റു ബി. അപ്പോൾ അതിൻ്റെ റൂളാണ് ഇവിടെ പറഞ്ഞത്. നിങ്ങളിത് കൃത്യമായിട്ട് നോട്ടിൽ എഴുതി വെക്കണം. അപ്പോൾ എ ഇൻറ്റു ബി ആണ്. അപ്പോൾ ഇവിടെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇഫ് എ ഇസ് എ മെട്രിക്സ് ഓഫ് ഓർഡർ m ഇൻറ്റു n ആൻഡ് ബി ഇസ് എ മെട്രിക്സ് ഓഫ് ഓർഡർ n ഇൻറ്റു p, then a is equal to അല്ലെ a ഇൻറ്റു ബി ഇസ് ഈക്വൽ a ഇൻറ്റു ബി. അത് രണ്ട് മെട്രിക്സ് കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ m ഇൻറ്റു, അപ്പോൾ m റോയും p കോളവും ആവും. ഇപ്പോൾ p എന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ ഇപ്പോൾ എന്താണ് 3 റോയും 2 എന്ത് വേണം കോളവും. ഇവിടെ ഇതേ അളവ് എന്ത് വേണം, റോ വേണം. അപ്പോൾ റോയും കോളും ഈക്വൽ ആയ മെട്രിക്സ് ആയിരിക്കണം. ഒരു റോൻ്റെ കോളംസും ഒരു മെട്രിക്സിൻ്റെ കോളംസും ഒരു മെട്രിക്സിൻ്റെ റോയും ഒരു സാമ്യം വേണം. അല്ലെങ്കിൽ മെട്രിക്സുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ n 2 തന്നെയാണ്, p 4 കരുതട്ടെ. കോളം 4 കോളുണ്ട്. അപ്പോൾ ഇവിടെ 3 റോയും എന്താണ് 2 കോളവുമുള്ള ഒരു മെട്രിക്സ്, 2 റോയും 4 കോളവുമുള്ളൊരു മെട്രിക്സ് ആണെങ്കിൽ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ m ഇൻറ്റു p, അതായത് 3 റോയും 4 കോളവുമുള്ളൊരു മെട്രിക്സ് ആയിട്ട് മാറും. അപ്പോൾ ഈ 2 എന്നും ഇവിടുന്ന് എന്താണ് കട്ടായി പോകുന്നതാണ് പറഞ്ഞത്. അത് കട്ടായി പോകാൻ മീൻസ് എന്താണ്, ആ മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്ത് വരുമ്പോൾ അങ്ങനെ വരും. അതാ പറയുന്നത്. അപ്പോൾ ഒരു മെട്രിക്സ് ഇപ്പോൾ 5 ഇൻറ്റു 6 മെട്രിക്സും 7 ഇൻറ്റു 11 മെട്രിക്സും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. കാര്യം ഇതിൻ്റെ എത്ര റോയാണ്, 5 റോ ആണ്, 6 കോളുണ്ട്. ഇവിടെ 7 റോയാണുള്ളത്. അപ്പോൾ എന്താണ്, ഈ കോളവും ഈ റോയും തമ്മിലൊരു സാമ്യം ഇല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ കണക്കിൻ്റെ ഉദാഹരണങ്ങൾ നോക്കുന്ന നേരത്ത് അതിലേക്ക് കടക്കാം. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിക്കുക. എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുക? ആദ്യ റോയും ഈ മെട്രിക്സിൻ്റെ ആദ്യ കോളവുമായിട്ടുള്ള എലമെൻറ്റ്സ് തമ്മിലാണ് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മൾ ആദ്യ റോയിലെ ആദ്യ എലമെൻ്റ് ആക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ആദ്യ റോയിലെ ആദ്യ എലമെൻറ്റും ഇതിലെ ആദ്യ കോളത്തിലെ ആദ്യ എലമെൻറ്റും കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതാം. A11ഉം B11, എന്നിട്ട് ആഡ് ചെയ്യാം. ആദ്യ റോയിലെ രണ്ടാമത്തെ എലമെൻറ്റും ആദ്യ കോളത്തിലെ രണ്ടാമത്തെ എലമെൻറ്റും കൂടി മൾട്ടിപ്ലൈ ചെയ്യാം. A12ഉം B21ഉം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വീണ്ടും ആഡ് ചെയ്യാം.
അത് കഴിഞ്ഞിട്ട് ആദ്യ റോയിലെ മൂന്നാമത്തെ ഐറ്റം അല്ലെങ്കിൽ ലാസ്റ്റ് ഐറ്റം അത് എത്ര വരെ പോകുന്നു അതാ പറഞ്ഞത് റോയും കോളവും തമ്മിൽ എന്ത് വേണം, സാമ്യം വേണം. ഓക്കെ, അപ്പോൾ ആദ്യ റോയിലെ അവസാന ഐറ്റം മൂന്നാമത്തെ ഐറ്റവും ആദ്യ കോളത്തിലെ മൂന്നാമത്തെ ഐറ്റവും A13 B31 തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അത് ആഡ് ചെയ്തിട്ട് അവിടെ എഴുതി വെക്കണം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തു, നമുക്ക് ആദ്യത്തെ സാധനം കിട്ടി. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ എഴുതാനുള്ളത് എന്താണ്, ഇവിടെ എഴുതാനുള്ളത് ആദ്യ റോയും രണ്ടാമത്തെ കോളവും തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷനാണ് ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ അത് വരുമ്പോൾ A11 B12 അതായത് ആദ്യ റോയിലെ ആദ്യ സംഗതി അല്ലെങ്കിൽ ആദ്യ എലമെൻറ്റ്, ആദ്യ റോയിലെ ആദ്യ എലമെൻറ്റും രണ്ടാമത്തെ കോളത്തിലെ ആദ്യ എലമെൻറ്റും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ആഡ് ചെയ്യുക. ഇനി ആദ്യ റോയിൽ, അപ്പോൾ ഈ റോയിൽ വരുമ്പോൾ എന്താണ്, എല്ലാം ഇതാണ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, ഈ റോ വരുമ്പോൾ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നതിൽ A എന്ന് പറഞ്ഞതൊക്കെ എന്താണ്, ആദ്യ റോയിലെ സാധനങ്ങളാണ്. ഓക്കെ, പിന്നെ ആഡ് ചെയ്തിട്ട് ആദ്യ റോയിലെ രണ്ടാമത്തെ എലമെൻറ്റും രണ്ടാമത്തെ കോളത്തിലെ രണ്ടാമത്തെ, അതായത് ഈ മെട്രിക്സിലെ രണ്ടാമത്തെ കോളത്തിലെ രണ്ടാമത്തെ എലമെൻറ്റും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അല്ലെ B22 A12 മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇവിടെ എഴുതുക. പിന്നെ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. ആദ്യ റോയിലെ മൂന്നാമത്തെ ഐറ്റവും രണ്ടാമത്തെ കോളത്തിലെ മൂന്നാമത്തെ ഐറ്റവും കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇവിടെ എഴുതി വെക്കുക. ഓക്കെ, പിന്നീട് ആദ്യ റോയിലെ ഐറ്റംസും മൂന്നാമത്തെ കോളത്തിലെ ഐറ്റംസും തമ്മിൽ മൂന്നാമത്തെ കോളമായിട്ട് ഇവിടെ എഴുതി വെക്കുക. മൂന്നാമത്തെ കോളത്തിലെ ആദ്യ ഐറ്റമായിട്ട് എഴുതി വെക്കുക. ഓക്കെ, അപ്പോൾ അതാ പറഞ്ഞത് എന്താണ്, ഈ റോയും കോളും തമ്മിൽ എന്ത് വേണം, സാമ്യം വേണം, രണ്ട് മെട്രിക്സുകൾ തമ്മിൽ. ഓക്കെ, അപ്പോൾ അവിടെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ ഇത് രണ്ടും സ്ക്വയർ മെട്രിക്സ് ആയതുകൊണ്ട്, അതായത് ഇപ്പോൾ അല്ല, ഇത് 3 റോയും 3 കോളവും ഉള്ള 2 മെട്രിക്സുകളാണ്. അപ്പോൾ അത് വിഷയം വരുന്നില്ല. ഇവിടെ എന്താണ്, ആദ്യ റോയിലെ ആദ്യ ഐറ്റവും മൂന്നാമത്തെ കോളത്തിലെ ആദ്യ ഐറ്റവും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ആദ്യ റോയിലെ രണ്ടാമത്തെ ഐറ്റവും മൂന്നാമത്തെ കോളത്തിലെ രണ്ടാമത്തെ ഐറ്റവും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇതിനിടയ്ക്ക് ആഡ് ചെയ്യുന്നു. പിന്നീട് ആദ്യ റോയിലെ മൂന്നാമത്തെ ഐറ്റവും മൂന്നാമത്തെ കോളത്തിലെ മൂന്നാമത്തെ ഐറ്റവും മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇതിനിടയ്ക്ക് എന്താണ്, ഇത് ആഡ് ചെയ്യുന്നു. ഓക്കെ, അത് അങ്ങനെ ചെയ്യുന്നു. അതിനുശേഷം എന്താണ്, അപ്പോൾ ഈ ഫസ്റ്റ് റോ കംപ്ലീറ്റ് ആയി അല്ലേ, 3 റോയും ഉണ്ട് 3 കോളവും ഉണ്ട്. ഇനി രണ്ടാമത്തെ റോ അത് വെച്ചിട്ടാണ് എന്ത്, ഇവിടെ എല്ലാം മൾട്ടിപ്ലൈ ചെയ്യുന്നത്. A21 ആണ് ഇവിടെ, A22 ആണ്, A21 ആണ്, A22 ആണ്, A23 ആണ്, A23 ആണ്, A23 ആണ്. ഓക്കെ, അപ്പോൾ ഓരോന്നായിട്ട്, അപ്പോൾ രണ്ടാമത്തെ റോയിലെ ഐറ്റംസുമായിട്ട് ആദ്യ കോളത്തിലെ ഐറ്റംസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അതൊന്ന് 2 പ്രാവശ്യം ചെയ്താലേ നിങ്ങൾക്ക് ക്ലിയർ ആവുള്ളൂ. അപ്പോൾ രണ്ടാമത്തെ റോയിലെ ഈ ഐറ്റംസ്, അപ്പോൾ ഇതും മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ എഴുതുന്നു, ഇതും മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ എഴുതുന്നു, ഇതും മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ എഴുതുന്നു. ഓക്കെ, ഇനി ഇവിടെ എങ്ങനെയാണ് വരുന്നത്, രണ്ടാമത്തെ റോയിൽ ആദ്യ ഐറ്റവും രണ്ടാമത്തെ കോളത്തിൽ ആദ്യ ഐറ്റവും മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ എഴുതുന്നു. ഇടയ്ക്ക് എന്ത് ചെയ്യുന്നു, എല്ലാത്തിനും ഇടയ്ക്ക് നമ്മൾ എന്താണ്, പ്ലസ് ചെയ്യണം. ഇതും മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇവിടെ എഴുതുന്നു, പ്ലസ് ഇതും മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇവിടെ എഴുതുന്നു. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ കോളത്തിൽ ഐറ്റമായി. ഇനി രണ്ടാമത്തെ റോയിൽ ഒരു മൂന്നാമത്തെ കോളം കൂടി എഴുതണം നമുക്ക്. അപ്പോൾ എന്താണ്, രണ്ടാമത്തെ റോ ഇൻറ്റു മൂന്നാമത്തെ കോളം ഇവിടെ എഴുതുന്നു, ആഡ് ചെയ്യുന്നു, മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇവിടെ എഴുതുന്നു, ആഡ് ചെയ്യുന്നു, മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇവിടെ എഴുതുന്നു. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി അടുത്തത് മൂന്നാമത്തെ റോ. അപ്പോൾ അതാണ് ഇവിടെ ഓരോന്നായിട്ട് എഴുതേണ്ടത്. മൂന്നാമത്തെ റോയും ആദ്യ കോളവും മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇടയ്ക്ക് എന്താണ്, ആഡ് ചെയ്യുന്നു. മൂന്നാമത്തെ റോയും രണ്ടാമത്തെ കോളവും ആഡ് ചെയ്യുന്നു. മൂന്നാമത്തെ റോയും മൂന്നാമത്തെ കോളവും ഓരോന്നും മൾട്ടിപ്ലൈ ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു. ഓക്കെ, വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട കേസാണ്.
ക്വസ്റ്റ്യൻ ഏകദേശം കമ്പൽസറി ആയിട്ട് വരാവുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. മൾട്ടിപ്ലിക്കേഷൻ ഓഫ് 2 മെട്രിക്സ് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഒന്ന് ധാരണ കിട്ടിയാൽ ഫുൾ മാർക്ക് കിട്ടാവുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ ആ നോട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? എ മെട്രിക്സ് ഓഫ് ഓർഡർ m into n and b is a matrix of order n into p, then ab is of order m into p. ഓക്കെ, അപ്പോൾ ഉദാഹരണങ്ങൾ നോക്കാം. നമുക്ക് 2 മെട്രിക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യ മെട്രിക്സ് ലെറ്റ് എ ഇസ് ഈക്വൽ ടു 1 2 0 1 ഒരു മെട്രിക്സ് ആണ്. മെട്രിക്സ് ആയതുകൊണ്ടാണ് ഇങ്ങനത്തെ കോളത്തിലാണ് മെട്രിക്സ് ചെയ്തത് കേട്ടോ. ബി മറ്റൊരു മെട്രിക്സ് ആണ് 3 4 1 5. അപ്പോൾ ഇതിൻ്റെ ഓർഡർ എത്രയാണ്? 2 into 2 ആണ് ഇതിൻ്റെ ഓർഡർ അല്ലേ. 2 റോയും 2 കോളവുമാണ്. ഇത് എന്താണ്? 2 into 2 ആണ്. 2 റോയും 2 കോളവുമാണ്. സോ എ ബി, അപ്പോൾ എ ഇൻറ്റു ബി എത്ര വരും? അത് 2 into 2 ആ വരിക. അപ്പോൾ ഈ 2 2 എന്താണ്? വെട്ടിപ്പോകും. അത് 2 ഈക്വൽ ആയിരിക്കണം എന്നാണ് പറയുന്നത്. നോക്കാം നമുക്ക്. അപ്പോൾ ഇവിടെ ഇങ്ങനെ അപ്പോൾ 2/2 മെട്രിക്സ് എന്ന് വെച്ചാൽ മൾട്ടിപ്ലൈ ചെയ്യാൻ വളരെ എളുപ്പമാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, ആദ്യ റോയിലെ സാധനങ്ങൾ ഇതാണല്ലോ. ഇതിലെ ഫസ്റ്റ് കോളം അല്ലേ, ഇതല്ലേ. ആദ്യം ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് ആഡ് ചെയ്യുക, എന്നിട്ട് ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം അതങ്ങനെ എഴുതി വെക്കുക. നിങ്ങൾ ആദ്യം ഒന്ന് ആഡൊന്നും ചെയ്ത് വെക്കരുത്. അത് കഴിഞ്ഞിട്ട് ഇനി അല്ലയോ ഒന്ന് കഴിഞ്ഞ് ഇപ്പോൾ 2/2 ആണ് നമുക്ക് വേണ്ടത് അല്ലേ. 2 കോളം. അപ്പം ഇനി ഒരു കോളം കൂടി വേണം. ഇനി എന്താ? ഈ ഒരു റോയും ഈ കോളും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ ഇത് 2 മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് ആഡ് ചെയ്യുക, എന്നിട്ട് ഇത് 2 മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അതവിടെ അങ്ങനെ വെക്കുക. എന്നിട്ട് അടുത്തത് രണ്ടാമത്തെ റോയും ആദ്യ കോളും മൾട്ടിപ്ലൈ ചെയ്യുക, 2 ആഡ് ചെയ്യുക. ഓക്കെ, രണ്ടാമത്തെ റോയും രണ്ടാമത്തെ കോളും മൾട്ടിപ്ലൈ ചെയ്യുക, ആഡ് ചെയ്യുക. ഓക്കെ, 1 into 5. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? ഇപ്പോൾ ഇത് 2 മൾട്ടിപ്ലൈ ചെയ്താൽ 3 തന്നെയാണ് വരുന്നത്. 3 + 2 എത്രയാണ്? 5. ഇത് 2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 + 10 10 + 4 14. ഇത് 2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 + 1 1 0 + 5 5. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ചെറിയ മെട്രിക്സ് 2 റോയും 2 കോളവും വരുന്ന മെട്രിക്സുകൾ മൾട്ടിപ്ലൈ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇനി 3 റോയും 3 കോളവും മൾട്ടിപ്ലൈ ചെയ്യുന്ന മെട്രിക്സുകളാണ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമോ ആദ്യം നിങ്ങൾ നോക്കുക. ഇപ്പോൾ ഇതിൻ്റെ ഓർഡർ എങ്ങനെയാണ് വരുന്നത്? 3 റോയും അല്ല, ആദ്യം റോ അത് നിങ്ങൾ എഴുതുന്നുണ്ട് കേട്ടോ. അപ്പോൾ എ എന്ന് പറഞ്ഞ മെട്രിക്സിന് എന്താണ്? അത് 3 into 3 ആണ്. അതായത് m into n എന്താണ്? 3 into 3 ആണ്. ഇത് ബി ആണ്. അപ്പോൾ ബിയെ നമുക്ക് ഇങ്ങനെ കൂട്ടാം. അത് n into p ആണോ നോക്കാം. n മീൻസ് ഇത് 2 ഈക്വൽ ആയിരിക്കണം. ഇതും എന്താണ്? 3 into 3 ആണ്. അപ്പോൾ ഇതിൻ്റെ കോളവും ഇതിൻ്റെ റോയും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ മെട്രിക്സുകൾ തമ്മിൽ എന്താണ്? മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ റോയും ഇതിൻ്റെ കോളവും ഈക്വൽ ആണ്. അപ്പോൾ എന്തായാലും സ്ക്വയർ മെട്രിക്സുകളെല്ലാം എന്താണ്? നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അത് ഒന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ തുടങ്ങാം. അപ്പോൾ എന്താണ് ഇവിടെ കൊടുത്തത്? ഓർഡർ ഓഫ് എ ബി ഈസ് 3 into 3. അപ്പോൾ ഇതിൽ ആദ്യ റോയും ഇതിലെ ആദ്യ കോളുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ആദ്യം ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് ആഡ് ചെയ്യുക. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് ആഡ് ചെയ്യുക. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ആഡ് ചെയ്യുക. ഓക്കെ, ഒന്നുകൂടി പറയട്ടെ. ആദ്യ റോയും ആദ്യ കോളവും മൾട്ടിപ്ലൈ ചെയ്യുക, ആഡ് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക, ആഡ് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, 3 വരുന്നുള്ളൂ. അതിനപ്പുറത്തേക്കൊന്നും ആഡ് ചെയ്യാനില്ലല്ലോ. അത് കഴിഞ്ഞാൽ പിന്നെന്താണ്? ഇനിയിപ്പം ഈ ഒരു എലമെൻറ്റ് കിട്ടി. ഇനി ഈ എലമെൻറ്റ് കിട്ടണമെങ്കിൽ എന്താണ്? ഈ ഒരു റോയും രണ്ടാമത്തെ കോളും മൾട്ടിപ്ലൈ ചെയ്യുക, ആഡ് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് ആഡ് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക, വെക്കുക. ഓക്കെ, ഇനി ഇത് കിട്ടണമെങ്കിൽ ഈ ഒരു റോയും ഈ ഒരു കോളവുമാണ്. ഓക്കെ, അതെന്താണ്? മൾട്ടിപ്ലൈ ചെയ്യുക, ആഡ് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക, ആഡ് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അങ്ങനെ നമുക്ക് ആദ്യ റോ കംപ്ലീറ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ആദ്യ റോ വെച്ചിട്ട് എന്താണ്? 3 കോളത്തിലെല്ലാം ഐറ്റംസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യണം. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി അടുത്തത്
രണ്ടാമത്തെ റോ ആണ്. അപ്പോൾ അതിനെന്തെടുക്കണം, രണ്ടാമത്തെ റോ എടുക്കണം, 3 കോളംസുമായിട്ട് എന്ത് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പം രണ്ടാമത്തെ റോയും ആദ്യ കോളമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി അതിനിടയ്ക്ക് എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ഇനി രണ്ടാമത്തെ റോയും രണ്ടാമത്തെ കോളവും ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. നിങ്ങൾ ശ്രദ്ധിക്കുക, 3 × 2 4 × 5 അല്ലേ, പിന്നെ 1 × 3. അതിൻ്റെ ഇടയ്ക്കൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ആഡ് ചെയ്യുന്നുണ്ട്. മറന്നു പോരുത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് 2 പ്രാവശ്യം ചെയ്താൽ ക്ലിയർ ആവുന്ന കണക്കുകൾ മാത്രമാണ്. അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ, അതായത് രണ്ടാമത്തെ റോയും മൂന്നാമത്തെ കോളുമായിട്ട് എന്ത് ചെയ്യുക, നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. ഓരോന്നും ഇവിടെ ഓരോന്നും മൾട്ടിപ്ലൈ ചെയ്യാമല്ലോ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് എന്ത് ചെയ്യുക, ആഡ് ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, മൂന്നാമത്തെ റോയും ഓരോ കോളംസുമായിട്ട് എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. ഇത് ഓരോന്നുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് 2 × 1 3 × 4 2 × 1 അതിൻ്റെ ഇടയ്ക്ക് എന്ത് ചെയ്യുന്നു, നമ്മൾ ആഡ് ചെയ്യുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്താണ്, ഓരോന്നുമായിട്ട് ഇപ്പോൾ എന്താണ്, ഇപ്പോൾ ഇത് മൂന്നാമത്തെ റോയും രണ്ടാമത്തെ കോളംസും, ഇവിടെ വരുന്നത് മൂന്നാമത്തെ റോയും രണ്ടാമത്തെ കോളത്തിലെ ഓരോ ഐറ്റംസും മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതിൻ്റെ ഇടയ്ക്ക് എന്താണ്, അത് ആഡ് ചെയ്യുന്നുണ്ട്. മൾട്ടിപ്ലൈ ചെയ്യുക, ആഡ് ചെയ്യുക. അപ്പോൾ ആദ്യ എലമെൻറ്റും മൂന്നാമത്തെ റോയിലെ ആദ്യ എലമെൻറ്റും രണ്ടാമത്തെ കോളത്തിലെ ആദ്യ എലമെൻറ്റും കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്തിട്ട് മൂന്നാമത്തെ റോയിലെ രണ്ടാമത്തെ ഐറ്റവും രണ്ടാമത്തെ കോളത്തിലെ രണ്ടാമത്തെ ഐറ്റവും കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ട് വീണ്ടും ആഡ് ചെയ്യുന്നു. എന്നിട്ട് മൂന്നാമത്തെ കോളത്തിലെ മൂന്നാമത്തെ ഐറ്റവും രണ്ടാമത്തെ കോളത്തിലെ മൂന്നാമത്തെ ഐറ്റവും കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതെല്ലാം കൂടി പിന്നെ അവസാനം ആഡ് ചെയ്താൽ മതി. ഓക്കെ, നിങ്ങളിതേ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടത് എഴുതണം. അത് കഴിഞ്ഞിട്ട് എന്താണ്, ഇനിയിപ്പോൾ മൂന്നാമത്തെ റോയും അവസാനം അല്ലെങ്കിൽ മൂന്നാമത്തെ കോളവും ഇത് നമ്മൾ എന്താണ്, ഓരോന്നും മൾട്ടിപ്ലൈ ചെയ്യുക, ഇടയ്ക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഓരോന്നും എന്താണ്, ഇപ്പോൾ 0 × 1 0 ആണ്, പ്ലസ് 1 × 4 4 ആണ്, പ്ലസ് 2 × 1 2 ആണ്. എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ 6 കിട്ടുന്നു. അങ്ങനെ ഓരോന്നും നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കുക. ഓരോന്നും എന്താണ്, ഇവിടെ 11 വരുന്നത്, എന്താണ് 0 + 5 + 6 അത് 11. ഇവിടെ 0 + 6 + 8 14. ഇവിടെ 3 + 16 + 1 അത് 20. അതായത് 3 + 16 അത് 19. അതിൻ്റെ കൂടെ 1 കൂട്ടിയാൽ 1 × 1 1 അല്ലേ. അങ്ങനെ ഓരോന്നും എന്താണ്, അതിൻ്റെ കാൽക്കുലേഷനാണ്. പിന്നെ അത് നിങ്ങൾ എന്താണ്, അത് കൃത്യമായിട്ട് ഡയറക്റ്റായിട്ട് എന്താണ് കാൽക്കുലേറ്റ് ചെയ്ത് അതിൽ മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ആഡ് ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ നിങ്ങൾ ബോർഡ് മാസ് എന്ന് പറഞ്ഞ റൂളുണ്ട്. ആദ്യം എന്താണ്, ബ്രാക്കറ്റിനുള്ള സാധനങ്ങൾ ചെയ്യുക, പിന്നെ ഓഫ് എന്ന് വരികയാണെങ്കിൽ അത് ചെയ്യുക, പിന്നെ ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അത് കഴിഞ്ഞിട്ട് എഡീഷൻ കഴിഞ്ഞിട്ട് എന്ത് സാധനം എന്ത് ചെയ്യാൻ പാടുള്ളൂ, സബ്സ്ട്രാക്ട് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ 5 + 4 - 3 പറയുകയാണെങ്കിൽ ആദ്യം 5ഉം 4ഉം കൂടി എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. എന്നിട്ട് വേണം 3 എന്ത് ചെയ്യണം, ഡിവൈഡ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ 4 - 3 + 5 അങ്ങനെയല്ല ചെയ്യേണ്ടത്. അങ്ങനെ ഇതിൽ വരുന്ന എന്താണ് ഉത്തരം ശരിയായിരിക്കും. പക്ഷേ ബോർഡ് മാസ് റൂൾ പ്രകാരം ഇങ്ങനെ ചെയ്യുക. അതെപ്പോഴും തെറ്റിപ്പോവാം. ഈ മൾട്ടിപ്ലിക്കേഷനൊക്കെ ആദ്യം ചെയ്യാതെ അഡീഷൻ ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ എന്താണ്, കണക്ക് തെറ്റിപ്പോവാം. എല്ലാ മൾട്ടിപ്ലിക്കേഷൻസും ചെയ്ത് വെക്കുക, എന്നിട്ട് വേണം എന്ത് ആഡ് ചെയ്യാനായിട്ട്. ഞാൻ പറഞ്ഞത് ഇതൊക്കെ മൾട്ടിപ്ലൈ ചെയ്ത് വെക്കുക, എന്നിട്ട് വേണം എന്ത് പരസ്പരം ആഡ് ചെയ്യാനായിട്ട്. അല്ലാതെ ആദ്യം ഇതിനിടയ്ക്ക് എന്താണ്, നിങ്ങളിടയ്ക്ക് ഇപ്പം 4 + 2 എന്ന് എഴുതി, ഇവിടെ 8 എഴുതി, എന്നിട്ട് അങ്ങോട്ട് കൊണ്ട് മൾട്ടിപ്ലൈ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, കണക്കാകെ തെറ്റിപ്പോവും. ഓക്കെ, അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആദ്യം ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, എഡീഷൻ ചെയ്യാനായിട്ട് പാടുള്ളൂ. ഇനി നമുക്ക് അടുത്ത കണക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത കണക്ക് വരുന്നത് ഇതാണ്. അപ്പോൾ ഇതൊരു മെട്രിക്സ് ഉണ്ട്. അപ്പോൾ ഈ മെട്രിക്സിൻ്റെ ഇത് നോക്കാം, നമുക്ക് എന്ത് ഓർഡർ നോക്കാം. അപ്പോൾ അതിൽ എത്ര ഉണ്ട്, അപ്പോൾ എ എന്ന് പറഞ്ഞ മെട്രിക്സിൽ m × n എന്ന് പറഞ്ഞത് റോൻ്റെ എണ്ണം എത്രയാണ്, ഒരു റോ ഉണ്ടല്ലേ, ഇൻറ്റു n 0 ആണ്. റോ മാത്രമല്ലേ ഉള്ളൂ, കോളംസ് എന്താണ്, സോറി ഇവിടെ നോക്കിയാൽ റോ അല്ല, ഒന്നുകൂടി നോക്കാം നമുക്ക്. എ = അല്ല 4 കോളം ഉണ്ട്, സോറി. അപ്പോൾ ഇവിടെ m × n, അപ്പോൾ ഒരു റോയേ ഉള്ളൂ അല്ലേ, സോറി ഒരു റോയേ ഉള്ളൂ, അത് 1 ആണ്. n 4 ഉണ്ട് അല്ലേ, 4 കോളുണ്ട്, 4 കോളത്തിൽ ഒരു റോ വെച്ചിട്ടേ ഉള്ളൂ. ഇനി ബി എന്ന് പറഞ്ഞ മെട്രിക്സ് നിങ്ങൾ നോക്കുക, അതിൻ്റെ ഇതിൽ n × p ആണ്. അപ്പോൾ ഇത് രണ്ടും ഒന്നാണോ നോക്കുക. എത്ര n ഉണ്ട്, ഇതിൽ എത്ര റോ വരുന്നുണ്ട്, 1 2 3 4 റോ വരുന്നുണ്ട്. എത്ര കോളം വരുന്നുണ്ട്, അത് ഒരു കോളം മാത്രമാണ്. അപ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടേണ്ട എന്താണ്, ആകെ ഒരു റോയും ഒരു കോളവുമുള്ള ഒരു മെട്രിക്സ്, അതായത് ഒറ്റ എലമെൻറ്റ് മാത്രമുള്ള മെട്രിക്സ്. ഒരു റോയും ഒരു കോളം എന്ന് വെച്ചാൽ ഒരൊറ്റ എലമെൻറ്റ് മാത്രമുള്ള ഒരു മെട്രിക്സ് ആണ് നമുക്കവിടെ കിട്ടേണ്ടത്.
ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് വരുന്നത് നോക്കാം നമുക്ക്. അപ്പോൾ ഒരു സിംഗിൾ എലമെൻറ്റ് മെട്രിക്സ് ആണ്, ഒരു റോയും ഒറ്റ കോളം വരുന്നത്. അപ്പോൾ എ ഇൻറ്റു ബി, അപ്പോൾ എ പറഞ്ഞ മെട്രിക്സും ബി പറഞ്ഞ മെട്രിക്സും ഒരു സിംഗിൾ എലമെൻറ്റ് മെട്രിക്സ് ആയി തീരും. 1 into 1, അത് നിങ്ങൾ എഴുതി വെക്കണം കേട്ടോ. എ ബി ഈസ് ഓഫ് ഓർഡർ 1 into 1. അത് ഏത് മെട്രിക്സ് വരികയാണെങ്കിലും മൾട്ടിപ്ലിക്കേഷൻ ഓഫ് 2 മെട്രിക്സ് വരികയാണെങ്കിൽ അതിൻ്റെ ഓർഡർ, അത് വരാൻ പോകുന്ന മെട്രിക്സിൻ്റെ ഓർഡർ കൃത്യമായിട്ട് എഴുതി വെക്കണം. എന്നിട്ട് വേണം നമ്മൾ കണക്ക് ചെയ്യാനായിട്ട്. അപ്പോഴേ നിങ്ങൾക്കും ചെയ്യുമ്പോൾ ഒരു ഐഡിയ കിട്ടുള്ളൂ. അപ്പോൾ എ എന്ന് പറഞ്ഞ മെട്രിക്സ് ഇതാണ്, ബി എന്ന് പറഞ്ഞ മെട്രിക്സ് ഇതാണ്. അപ്പോൾ അതിൻ്റെ ആദ്യ റോയും ആദ്യ കോളും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. ഇത് 1 into 6, ഓക്കെ, പ്ലസ് 2 into 1 പ്ലസ് 5 into 7 പ്ലസ് 1 into -1. ഓക്കെ, അപ്പോൾ ഇവിടെ 6 2 35 -1 അല്ലേ, അതായത് പ്ലസ് 1 into -1 എന്നാണ്. ആദ്യം എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക, -1. അപ്പോൾ പ്ലസ് -1 എന്നാണ്, -1 വരും. അങ്ങനെ ഇവിടെ -1. 6 + 2 is 8, 8 + 35 is 43, 43 - 1 is equal to 42. അപ്പോൾ ഒരു മെട്രിക്സ് ആണത്, അത് 42 മാത്രം, ഒറ്റ സിംഗിൾ എലമെൻ്റ് ഉള്ള ഒരു മെട്രിക്സ് ആണ്. ഓക്കെ, ഇനി ഇത് നോക്കാം നമുക്ക്. ഇങ്ങനെ ഒരു മെട്രിക്സ്, അപ്പോൾ എ എന്ന് പറഞ്ഞ മെട്രിക്സും ഉണ്ട്, ബി എന്ന് പറയുന്ന മെട്രിക്സും ഉണ്ട്. അപ്പോൾ എയിൽ അതിൻ്റെ ഓർഡർ നോക്കാം നമുക്ക്. 2 റോയും 3 കോളുമാണ്. അപ്പോൾ എ is equal to m into n എന്ന് പറയുകയാണെങ്കിൽ എത്ര ഉണ്ട്, 2 റോ അല്ലേ, 2 റോയും 3 കോളും ഉണ്ട്. ഓക്കെ, ഇനി ഇവിടെ നോക്കാം നമുക്ക്. ഇവിടെ ബി എന്ന് പറഞ്ഞ മെട്രിക്സ് ആണ്. ഇതിൽ n into p ആണോ നോക്കാം. എത്ര റോ ഉണ്ട്, n തന്നെ വേണം. അതുകൊണ്ട് n into p തന്നെ ചെയ്യുന്നത്. ഈ രണ്ടും ഒരേ ആൽഫബറ്റ് വേരിയബിൾ കൊടുക്കാൻ കാര്യമാണ്. രണ്ടിനും ഒരേ റോ വരണം. എത്ര റോ ഉണ്ട്, 3 റോ ഉണ്ട്. മൾട്ടിപ്ലൈ ചെയ്യാം. ഒരൊറ്റ എന്താ ഉള്ളത്, കോളം മാത്രമേ ഉള്ളത്. അപ്പോൾ ഈ മെട്രിക്സുകൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് വെട്ടിപ്പോവും. അപ്പോൾ 2 into 1 ഓർഡറിലാണ് ആ മെട്രിക്സ് വരാൻ പോകുന്നത്. അതായത് 2 റോയും 1 കോളമുള്ള ഒരു മെട്രിക്സ് ആയിട്ടാണ് വരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ നോക്കാം നിങ്ങൾ. അപ്പോൾ ആദ്യം എന്താ എങ്ങനെ ചെയ്യാം, നമ്മൾ ആദ്യം ഈ ഒരു റോയും ഈ കോളുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ 1 into 2 പ്ലസ് 2 into 3 പ്ലസ് 5 into 4. ഓക്കെ, അതാണ് വരുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് എന്താണ് നമുക്ക് ഇങ്ങനെ വരുന്നത്, ഇതിൽ ആകെ ഓർഡർ എങ്ങനെയാണ്, 2 into 1 അല്ലേ. അപ്പം 2 റോയും 1 കോളവും. ഇനിയിപ്പോൾ ഇപ്പുറത്തേക്ക് കോളം ചെയ്തല്ല, അത് നോക്കിക്കഴിഞ്ഞാൽ ഒന്നുമില്ലല്ലോ, നമുക്ക് ഇപ്പുറത്തേക്ക് എന്തില്ല, ഒരു കോളമില്ലല്ലോ. അപ്പോൾ എന്താണ്, രണ്ടാമത്തെ റോയും ഈ ആദ്യ കോളം മാത്രമേ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓരോന്നായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 7 into 2 പ്ലസ് 1 into 3, ദെൻ എത്ര വരുന്നത്, പ്ലസ് 3 into 4. അപ്പോൾ 2 പ്ലസ് 5 പ്ലസ് 20 അല്ലേ, സോറി 6. 2 പ്ലസ് 6 പ്ലസ് 20, അത് 28 വരുന്നു. ഇവിടെ എല്ലാം കൂടി കൂട്ടുമ്പോൾ ഇത് 14 പ്ലസ് 3 പ്ലസ് 12. അപ്പോൾ ഇത് 15 14 കൂടി കൂട്ടിയാൽ 29. അപ്പം 28ഉം 29ഉം വരുന്ന 2 എലമെൻറ്റ് വരുന്ന 2 റോ ആൻഡ് സിംഗിൾ കോളം വരുന്ന ഒരു മെട്രിക്സ് ആയിട്ടാണത് മാറുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ്, ഇങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ തരിക. ചോദ്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇവിടെ പറയുന്നത് എയും ബിയും സിയും 3 മെട്രിക്സുകളുണ്ട്. നമ്മളോട് വെരിഫൈ ചെയ്യാൻ പറയുന്നു. എ ഇൻറ്റു ബി സി, അതായത് ബിയും സിയും ആദ്യം മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിനെ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അത് എ ബി ഇൻറ്റു സി ആവും. അതായത് എയും ബിയും മൾട്ടിപ്ലൈ ചെയ്ത് അതിനെ സി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ വരുമോ എന്നുള്ളതാണ്. എങ്ങനെ വന്നാലും അത് തന്നെ വരുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് എല്ലാത്തിലും എന്താണ് 3ഉം മൾട്ടിപ്ലൈ ആവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് സംഖ്യ സെയിം ആയിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്, ആദ്യം ഇവിടെ നമുക്ക് നോക്കേണ്ടത് ഈ ബിയും സിയും ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് ഈ ബിയും സിയും അതിങ്ങനെ വെച്ചിരുന്നാണ്. അപ്പോൾ അതിൽ ആദ്യ റോയും ആദ്യ കോളും മൾട്ടിപ്ലൈ ചെയ്യുക. രണ്ടാമത്തെ റോയും ആദ്യ റോയും ഇവിടെ ആദ്യ റോയും ആദ്യ കോളും, പിന്നെ ആദ്യ റോയും രണ്ടാമത്തെ കോളും, ആദ്യ റോയും മൂന്നാമത്തെ കോളും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ റോയും ആദ്യ കോളവും, അതവിടെ വരുന്നത് രണ്ടാമത്തെ റോയും രണ്ടാമത്തെ കോളവും, പിന്നെ രണ്ടാമത്തെ റോയും മൂന്നാമത്തെ കോളവും. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക.
അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, മൂന്നാമത്തെ റോയും ആദ്യ കോളവും, മൂന്നാമത്തെ റോയും രണ്ടാമത്തെ കോളവും, മൂന്നാമത്തെ റോയും മൂന്നാമത്തെ കോളവും. ഓക്കെ, അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് എന്താണ്, ഇതാണ് കിട്ടുന്നത് സംഖ്യ. ഇത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഓരോന്നും എന്താണ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവസാനം ഇതാണ് കിട്ടുന്നത്. അപ്പോൾ അതാണ് ബി ഇൻറ്റു സി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനെ എ ആയിട്ടൊന്ന്, അപ്പോൾ ഇത് ബി ഇൻറ്റു സി മെട്രിക്സ് ആണ്, അതിനെന്താണ് എ ആയിട്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്യുക. അതെങ്ങനെയാണ് വരുന്നത്, അത് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അതിൽ ആദ്യം എന്ത് ചെയ്യണം, നമ്മൾ ആദ്യ റോയും ആദ്യ കോളവും. ഓക്കെ, അത് ഡയറക്റ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ 1 ഇൻറ്റു 1, 2 ഇൻറ്റു 4 8, 1 ഇൻറ്റു 5 5. ഓക്കെ, അങ്ങനെ ഓരോന്നുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, പിന്നെ ഇവിടെ ആദ്യ റോയും രണ്ടാമത്തെ കോളവും, ഇവിടെ ആദ്യ റോയും മൂന്നാമത്തെ കോളവും, ഇവിടെ രണ്ടാമത്തെ റോയും ആദ്യ കോളവും, ഇവിടെ രണ്ടാമത്തെ റോയും രണ്ടാമത്തെ കോളവും. അത് കഴിഞ്ഞിട്ട് ഇവിടെ മൂന്നാമത്തെ റോയും രണ്ടാമത്തെ റോയും മൂന്നാമത്തെ കോളവും. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ വരുമ്പോൾ എന്താണ്, മൂന്നാമത്തെ റോയും ആദ്യ കോളവും, ഇവിടെ വരുമ്പോൾ മൂന്നാമത്തെ റോയും രണ്ടാമത്തെ കോളവും, പിന്നെ ഇവിടെ വരുമ്പോൾ മൂന്നാമത്തെ റോയും മൂന്നാമത്തെ കോളവും. ഓക്കെ, ഇതാണ് കിട്ടുന്നത്. അപ്പോൾ എന്താണ് എ ഇൻറ്റു ബി സി. അതേപോലെ തന്നെ എന്ത് ചെയ്യണം, നമ്മളിനി എ ഇൻറ്റു ബി അല്ലേ, അത് നമുക്ക് എന്താ കാണിക്കേണ്ടത്. അപ്പോൾ ഈ മെട്രിക്സ് ഉണ്ടല്ലോ, ഈ മെട്രിക്സ് ഇതുമായിട്ട് സാമ്യമുണ്ട് എന്നുള്ളത്, അതായത് എയും ബിയും മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിനെ സി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താണ്, അത് എന്തായാലും ഈക്വലേ വരൂ. കാര്യം എന്താണ്, എല്ലാം കൂടി നമ്മൾ ആ സംഖ്യകൾ എന്തായാലും മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് എയും ബിയും കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്നു, അത് എന്താണ് ഇങ്ങനെ എഴുതുന്നു, അതാണ് എ ബി. അതിനെ സി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ ആ ഓർഡർ മനസ്സിലായില്ലേ, അതായത് ആദ്യ റോയും ആദ്യ കോളം, അതാണ് ഇത്. ആദ്യ റോയും രണ്ടാമത്തെ കോളവും, ആദ്യ റോയും മൂന്നാമത്തെ കോളവും, ഇവിടെ രണ്ടാമത്തെ റോയും ആദ്യ കോളവും, ഇവിടെ രണ്ടാമത്തെ റോയും രണ്ടാമത്തെ കോളവും, ഇവിടെ രണ്ടാമത്തെ റോയും മൂന്നാമത്തെ കോളവും. അങ്ങനെ ഓരോന്നായിട്ട്. പിന്നെ ഇവിടെ വരുമ്പോൾ എന്താണ്, മൂന്നാമത്തെ റോയും ആദ്യ കോളം, മൂന്നാമത്തെ റോയും ആദ്യ കോളം, ഇവിടെ മൂന്നാമത്തെ റോയും രണ്ടാമത്തെ കോളം, ഇവിടെ മൂന്നാമത്തെ റോയും മൂന്നാമത്തെ കോളം. അങ്ങനെ ഓരോന്ന് വെച്ച് ചെയ്യുക. അതിനെ വീണ്ടും സി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. നോക്കുമ്പോൾ സെയിം മെട്രിക്സ് തന്നെയാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് വരുന്നത്. ഇനി അടുത്തൊരു ചോദ്യം. അപ്പോൾ ഇത് കുറച്ചൊരു ടഫ് എന്ന് പറഞ്ഞുകൂടാ. നമ്മൾ രണ്ട് കാര്യങ്ങൾ, അതിൻ്റെ എന്താണ് ഈ ട്രാൻസ്പോസ് എടുക്കണം. നോക്കിക്കഴിഞ്ഞിട്ട് എന്താണ് അതിൻ്റെ ഈ പറയുന്ന ട്രാൻസ്പോസ് എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് ഇഫ് എ ഈസ് എ മെട്രിക്സ് ഓഫ് 1 5 4 1 ആൻഡ് ബി ഈസ് എ മെട്രിക്സ് ഓഫ് 2 0 -1 1 4 5 പ്രൂവ് ദാറ്റ് എ ഇൻറ്റു ബി ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് എ ഇൻറ്റു ബി ചെയ്യണം, എന്നിട്ട് അതിൻ്റെ ട്രാൻസ്പോസ് കാണണം. അപ്പോൾ എ ഇൻറ്റു ബി. അപ്പോൾ നോക്കേണ്ടത് ഇത് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. ഇതിൻ്റെ ഓർഡർ എന്താണ്, എൻ്റെത് എം ഇൻറ്റു എൻ അല്ലേ, ഇതിൻ്റെ ബീൻ്റെത് എൻ ഇൻറ്റു പി ആണോ നോക്കുക. അപ്പോൾ ഇവിടെ ഈ രണ്ട് എൻ സാധനവും ഈക്വൽ ആണോ നോക്കുക വേണ്ടത്. ഇവിടെ 2 ഇൻറ്റു 2 ഇവിടെ എന്താണ് 2 റോയും 3 കോളുമാണ്. അപ്പോൾ അത് വെട്ടിപ്പോവും. അപ്പോൾ എന്താണ് 2 ഇൻറ്റു 3 മെട്രിക്സാണ് വരിക, 2 റോയും 3 കോളുള്ള മെട്രിക്സ്. അപ്പോൾ ആദ്യം മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇതും മൾട്ടിപ്ലൈ ചെയ്യുന്നു അല്ലേ, ഇതും മൾട്ടിപ്ലൈ ചെയ്തു. മൾട്ടിപ്ലൈ ചെയ്യാന്ന് വെച്ചാൽ എന്താണ് 1 ഇൻറ്റു 2 1 ഇൻറ്റു 2 പ്ലസ്. ഓക്കെ, പിന്നെ 1 ഇൻറ്റു 2 പ്ലസ് 5 ഇൻറ്റു 1 അറിയാമല്ലോ നിങ്ങൾക്ക്, ഞാനിപ്പോൾ പറഞ്ഞതാണ് 5 ഇൻറ്റു 1. ഓക്കെ, അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അവസാനം കിട്ടുന്നതാണ് ഇത്. ഓരോന്നായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ആദ്യം എന്താ ചെയ്യുക, ഇത് മൾട്ടിപ്ലൈ ചെയ്യുക, പിന്നെ ഇതും മൾട്ടിപ്ലൈ ചെയ്യുക, ഇതും മൾട്ടിപ്ലൈ ചെയ്യുക, പിന്നെ ഇതും മൾട്ടിപ്ലൈ ചെയ്യുക, ഇതും മൾട്ടിപ്ലൈ ചെയ്യുക, ഇതും മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ എന്തെടുക്കുക, ട്രാൻസ്പോസ് എടുക്കുക. ഇതിൻ്റെ റോസിന് എന്ത് ചെയ്യുക, കോളംസ് ആക്കുക, ഈ റോന് എന്ത് ചെയ്യുക, കോളംസ് ആക്കുക. അപ്പോൾ എ ബീൻ്റെ ട്രാൻസ്പോസ് ആയി. അത് കഴിഞ്ഞിട്ട് ബീൻ്റെ ട്രാൻസ്പോസ് എടുക്കുക, ഇതിൻ്റെ ട്രാൻസ്പോസ്.
അപ്പോൾ ഈ റോൻ എന്ത് ചെയ്യുക, കോളമാക്കുക, ഈ റോൻ എന്ത് ചെയ്യുക, കോളമാക്കുക. എന്നിട്ട് എൻ്റെ ട്രാൻസ്പോസ് എടുക്കുക. അപ്പം ഈ റോൻ എന്ത് ചെയ്യുക, കോളമാക്കുക, ഈ റോൻ എന്ത് ചെയ്യുക, കോളമാക്കുക. തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ റോ ഈ കോളം, ഈ റോ ഈ കോളം, പിന്നെ ഈ റോ ഈ ഒരു റോ ഈ ഒരു കോളം, ഈ ഒരു റോ സെക്കൻഡ് റോ ഈ ഒരു കോളം, പിന്നെ അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ റോ ആദ്യ കോളം, മൂന്നാമത്തെ റോ രണ്ടാമത്തെ കോളം. ഇത് രണ്ടും നോക്കുന്ന നേരത്തെ എന്താണ്, ഈക്വലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് കണക്കുകൾ വരുന്നത്? ഈ കണക്കുകൾ ചെയ്യുക. എന്തായാലും നോട്ടിലേക്ക് എഴുതി വെക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ചോദിക്കുക.